മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ താരമാണ് ബീന ആന്റണി. മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മാത്രമല്ല ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ബീന ആന്റണി സുപരിചിതയാണ്. ഇപ്പോഴിതാ ഒരു മാഗസിനിലൂടെ ആരാധകരുടെ രസകരമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ബീന ആന്റണി. കോവിഡിനൊപ്പം രോഗകാലങ്ങളെയും അതിജീവിച്ചു കരുത്തു പകർന്നത് ആരാണ് എന്ന ചോദ്യത്തിന് ബീന ആന്റണി നൽകുന്ന മറുപടി ശ്രദ്ധ നേടുന്നുണ്ട്. കോവിഡ്, ന്യൂമോണിയ, മനുവിന്റെ ബെൽസ് പാൾസി ഇതൊക്കെ മൂലം കോവിഡ് കാലം തന്നെ വല്ലാതെ ഉലച്ചുവെന്ന് ബീന ആന്റണി പറയുന്നു. ആദ്യത്തെ ഷോക്ക് തന്റെ സഹോദരിയുടെ മകന്റെ മരണത്തിന്റെ രൂപത്തിലായിരുന്നു വന്നത്. തനിക്ക് കോവിഡ് കലശലായത് അതിനുശേഷമായിരുന്നു. ആശുപത്രിയിൽ വെച്ച് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇടവേള ബാബുവിനും ഒക്കെ മെസ്സേജ് അയച്ചിരുന്നു. ഓരോ ദിവസവും വിശേഷങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള അവരുടെ മറുപടി മെസ്സേജുകൾ കാണുമ്പോൾ തന്നെ നമ്മൾ പോസിറ്റീവ് ആകുമെന്നും ബീന ആന്റണി പറയുന്നു. കോവിഡ് മറികടന്നപ്പോഴേക്കും മനുവിന് ബെൽസ് പാൾസി എന്ന അസുഖം വന്നു. അതിനെയും ഈ താരങ്ങൾ അതിജീവിച്ചു. അപ്പോഴെല്ലാം ദൈവത്തെ ചേർത്ത് പിടിച്ചുവെന്നും ഒരാളെ പോലും വേദനിപ്പിക്കാനോ മോശക്കാരനാക്കാനോ നിന്നിട്ടില്ല എന്നും പറ്റുന്ന രീതിയിൽ ആളുകൾക്ക് സഹായം ചെയ്യാനേ എന്നും ശ്രമിച്ചിട്ടുള്ളൂ എന്നും ബീന ആന്റണി പറയുന്നു. അതിനൊക്കെ മറുപടിയായി കിട്ടുന്ന ദൈവാനുഗ്രഹമാണ് ജീവിതത്തിലെ ബലമെന്നാണ് ബീന ആന്റണി കൂട്ടിച്ചേർത്തത്. 40 വർഷങ്ങളായി ബീന ആന്റണി അഭിനയ രംഗത്തുണ്ട്. ഇത്രയും കാലത്തെ കരിയറിനിടയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷവും സങ്കടവും എന്തൊക്കെയാണ് എന്നതായിരുന്നു ബീന ആന്റണിയോടുള്ള മറ്റൊരു ചോദ്യം. പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം കിട്ടിയതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യമെന്നാണ് താരം മറുപടി നൽകുന്നത്. 40 വർഷം ഒരു നീണ്ട കാലയളവല്ലേ. ഓരോ ആളുകൾ കാണുമ്പോഴും സന്തോഷത്തോടെ സംസാരിക്കുന്നത് ഓരോ കഥാപാത്രങ്ങളെ കുറിച്ചാണ്. ആ സ്നേഹമാണ് വലിയ ഭാഗ്യമെന്നാണ് ബീന ആന്റണി പറയുന്നത്. സിനിമയിൽ കാമ്പുള്ളൊരു കഥാപാത്രം ചെയ്യാനായില്ല എന്നതാണ് തന്റെ ഏറ്റവും വലിയ സങ്കടം. ഇത്ര സീരിയലുകൾ ചെയ്താലും ആളുകൾ ഓർത്തിരിക്കുന്നത് സിനിമയിലെ ഏതെങ്കിലും കഥാപാത്രമായിരിക്കും. അങ്ങനെ ഒരെണ്ണം പോലും തന്റെ കരിയറിലില്ല എന്നും സിനിമയിൽ കിട്ടിയതെല്ലാം സഹോദരി അല്ലെങ്കിൽ കൂട്ടുകാരി വേഷങ്ങളാണെന്നും അതിൽ തളയ്ക്കപ്പെട്ടുവെന്ന് തോന്നിയ കാലത്താണ് നല്ല വേഷങ്ങൾ തേടി ടെലിവിഷൻ മേഖലയിലേക്ക് വന്നതെന്നും ചുവട് മാറാനുള്ള ആ തീരുമാനം ഏറ്റവും ബുദ്ധിപരമായി എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ടെന്നും താരം പറയുന്നു. അതേസമയം മതത്തിനതീതമായി കലാരംഗത്തു നിന്നും ജീവിത പങ്കാളിയെ തെരഞ്ഞെടുത്തപ്പോൾ എതിർത്തവരുണ്ടോ എന്ന ചോദ്യവും ബീന ആന്റണിക്ക് നേരിടേണ്ടി വന്നു. ഇതിനും ബീന ആന്റണി മറുപടി നൽകുന്നുണ്ട്. തന്നെയും മനുവിനെയും ഒന്നിപ്പിച്ചത് ദൈവമാണെന്നും കുടുംബത്തിൽ നിന്നും പരിചയക്കാരിൽ നിന്നും ഒക്കെ വിവാഹത്തിന് ഫുൾ സപ്പോർട്ടാണ് കിട്ടിയതെന്നുമാണ് ബീന ആന്റണി പറയുന്നത്. കുട്ടിക്കാലം തൊട്ടേ താൻ കാണുന്നൊരു കാഴ്ചയുണ്ട്. അത് തന്റെ അപ്പച്ചൻ കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോകുന്നതാണ്. മക്കളെയും അപ്പച്ചൻ വ്രതമെടുപ്പിക്കുമെന്നും ബീന ആന്റണി പറയുന്നു. വിവാഹക്കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ മനുവിന്റെ ഡാഡിയും പറഞ്ഞത് നിന്റെ ഇഷ്ടമാണ് പ്രധാനമെന്നാണ്. അങ്ങനെ ചുറ്റും നിൽക്കുന്നവരെ ഓർത്ത് അഭിമാനം മാത്രമേ തനിക്കുള്ളൂവെന്നാണ് ബീന ആന്റണി പറയുന്നത്. അതേസമയം സിനിമയിലൂടെ കരിയർ ആരംഭിച്ച ബീന ആന്റണിയെ മലയാളികൾ കൂടുതൽ അറിയുന്നത് ടെലിവിഷൻ മേഖലയിലൂടെയാണ്. പരമ്പരകളുടെ ലോകത്തെ മിന്നും താരമാണെന്ന് ബീന ആന്റണി. നായികയായും വില്ലത്തിയായും എല്ലാം സാന്നിധ്യം അറിയിച്ച താരമാണ് ബീന ആന്റണി. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.